അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റികളും. അതായത് നമ്മൾ ചെറിയൊരു വീട്, കോമൺ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണം, യോഗ വേണ്ടവർക്ക് യോഗ, മെഡിറ്റേഷൻ വേണ്ടവർക്ക് മെഡിറ്റേഷൻ, മന്ത്ലി ടൂറ്. അത് ഭക്തി മാത്രമല്ല, എല്ലാ തരത്തിലും കുറേ സ്ഥലം കാണാം. ഒരു ഹയർ സെറ്റപ്പ്, ഒരു സെറ്റപ്പ്, അവർക്ക് ഭക്ഷണം, എല്ലാ ഫെസിലിറ്റീസ്. സാധാരണ ഇവർ വിചാരിക്കുന്നത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമ്പോൾ ഇതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു, ഞാൻ ഇനി ഒന്നുകിലും മരിച്ചായിരിക്കും തിരിച്ച് പുറത്തോട്ട് പോകുന്നത്. ഇതൊരു വൈബ്രേഷനാണ്, മിസ്റ്റിക് വൈബ്രേഷൻ, മിസ്റ്റിക് വൈബ്രേഷൻ, ആ ഒരു ഹാപ്പി വൈബ്രേഷൻ. മിസ്റ്റിക് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും തിരിച്ചു കൊണ്ടുവരും. തൃശ്ശൂർ ഒരു ബീച്ചിൻ്റെ സൈഡിൽ തന്നെ എപ്പോൾ വേണമെങ്കിൽ കടലിലേക്ക് പോയി കണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച്, അതിലിപ്പോൾ വെജ് നോണൊന്നുമില്ല, എന്ത് വേണമെങ്കിൽ എല്ലാം നമ്മൾ വെറുതെ റെസ്ട്രിക്ഷൻസ്. ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തയിൽ എന്താ, വെജ് മാത്രം കഴിക്കണം. അതന്നെ, അതുകൊണ്ട് പലരും ഭക്തിയിലേക്ക് വരാത്തത്. ഈ ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം, അതൊക്കെ നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, താങ്കളുടെ തന്നെ ഒരു വീഡിയോ കണ്ട് എന്നെ ഒരാൾ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലേഡിയാണ് വിളിച്ചത്, ഒരു സ്റ്റുഡൻ്റ് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാറിന് ഇത് ചെയ്തുകൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമായപ്പോഴാണ് ഞാൻ ശരിക്കും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ശരിയാ, നല്ലൊരു പ്രൊജക്റ്റാണ്. അതായത് ഫ്രീഡമാണ് നമ്മൾ കൊടുക്കുന്ന വേർഡ്, സ്പിരിച്വൽ ഫ്രീഡമാണ്. ആധ്യാത്മികമായ ഫ്രീഡം, ഫിസിക്കൽ ഫ്രീഡം. അവരുടെ ഫ്രീക്വൻസി മാറി, ഒരു ഏജ് ആകുമ്പോൾ അവർ വേറൊരു തലത്തേക്ക് മാറി. പിന്നെ പേടി, ഉൾഭയം, എൻ്റെ ഭാവി എന്തായിരിക്കും, മരണഭയം, ഇതൊക്കെയാണ്. അപ്പോൾ അവരുടെ മൈൻഡേ മാറ്റിയെടുക്കണം. എല്ലാവർക്കും അമേസിംഗ് റേയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഉറപ്പായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല കമൻറ്റുകൾ തരണം. പുതുതായി കാണുന്നവർ ദയവ് ചെയ്ത് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മോടൊപ്പം ഷാജി ഭാസ്കർ സാറ് തന്നെയാണ്. ഇന്നൊരു വ്യത്യസ്തമായൊരു വിഷയമാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ചർച്ചയിലേക്ക് സ്വാഗതം. ഒപ്പം സാറിനും. സാർ നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അങ്ങയുടെ ഒരു കോൺസെപ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. കാര്യം ഇത് പ്രേക്ഷകർ അറിയാനുള്ള ഒരു കാര്യമാണ്. സാധാരണ ഈ ഓൾഡ് ഏജ് ഹോമുകളാണ് പിന്നെ നാട്ടിലൊരുപാടുണ്ട്. പ്രായം കഴിയുമ്പോഴത്തേക്കും മക്കൾക്ക് അവരൊരു ഭാരമായി തോന്നുന്ന ഒരു സമയത്ത് അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവർ പോകും, അല്ലെങ്കിൽ വിദേശത്ത് പോകുന്നവർ അവിടെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഭയങ്കര വേദനയാണ്. ഇത്രയും കാലം അവർ പഠിപ്പിച്ചു, വളർത്തി, ഒരു നിലയിലെത്തി. പക്ഷേ അവസാന കാലഘട്ടത്ത് ഇവർ അവർക്ക് പോലും അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ചിലപ്പോൾ അവിടെ വെച്ച് മരണപ്പെട്ടു പോകുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ ഭയങ്കരമായിട്ട് പൂർത്തിയാകാതെ വേദനിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര വേദനയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രായം കൂടുന്തോറും ഇവർ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലേക്ക് വരും, ഇത്തിരി വാശിയൊക്കെ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം ഈ ആളുകൾക്ക്? ഈ ഒരു ആശയം ശരിക്കും വലിയൊരു സംഭവമാണ് അപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, തിരുവനന്തപുരത്തുള്ള ഒരു മാഡം, അതിന് സംസാരിച്ചപ്പോഴാണ്, സാറിന് ഇത് ചിന്തിച്ചുകൂടെ, സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ഒരുപാട് ആൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്നത് വ്യത്യസ്തമായിട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആശയം ശരിയുണ്ട്, തെറ്റുണ്ട്. അതായത് നമ്മളിപ്പോൾ മക്കളുടെ സൈഡിൽ തെറ്റ് പറയും, അച്ഛനമ്മയുടെ സൈഡിൽ. ഈ അച്ഛനമ്മയാണ് ഈ മക്കളെ വലിയ ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് എത്തിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി, എന്താ പറയുക, ഭക്ഷണം കഴിക്കാതെ പലതും ചെയ്തും ലോൺ എടുത്തിട്ടും, എന്നിട്ട് ലോൺ അടയ്ക്കേണ്ടതാരാ, അച്ഛനും അമ്മയും. ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അല്ലെങ്കിൽ പിന്നീട് കല്യാണം കഴിഞ്ഞ് പോകുന്നു, അവരുടെ ജീവിതം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പിന്നീട് നമ്മൾ ഹയർ ചിന്തിക്കുക, ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട്, ആ വീട്ടിൻ്റെ ഉള്ളിൽ താമസിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ മരിച്ചു പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതായത് ജീവിതത്തിൽ ഇനി പുതിയൊരു ജീവിതം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളെ പോലെ ആ കുട്ടികളെ നമ്മൾ സന്തോഷിപ്പിക്കാൻ, ഈ പ്രായമുള്ള കുട്ടികളെ, പ്രായമുള്ള ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ അവർക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റികളും. അതായത് നമ്മൾ ചെറിയൊരു വീട്, കോമൺ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണം, യോഗ വേണ്ടവർക്ക് യോഗ, മെഡിറ്റേഷൻ വേണ്ടവർക്ക് മെഡിറ്റേഷൻ, മന്ത്ലി ടൂറ്. അത് ഭക്തി മാത്രമല്ല, എല്ലാ തരത്തിലും കുറേ സ്ഥലം കാണാം. ഒരു ഹയർ സെറ്റപ്പ്, ഒരു സെറ്റപ്പ്, അവർക്ക് ഭക്ഷണം, എല്ലാ ഫെസിലിറ്റീസും. അവരുടെ ജീവിതശൈലിയിൽ ഒരു നോക്കാൻ ഡോക്ടർ. സാധാരണ ഇവർ വിചാരിക്കുന്നത് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോകുമ്പോൾ ഇതോടുകൂടി എൻ്റെ ജീവിതം തീർന്നു, ഞാൻ ഇനി ഒന്നുകിലും മരിച്ചായിരിക്കും തിരിച്ച് പുറത്തോട്ട് പോകുന്നത്, മരണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്തയിലൊക്കെയാണ് അവർ പോകുന്നത്. ഇതൊരു ഓൾഡ് ഏജ് ഹോം സെറ്റപ്പ് ആണോ? ഓൾഡ് ഏജ് ഹോം എന്ന വേർഡ് അവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നില്ല. ഇതൊരു വൈബ്രേഷനാണ്, മിസ്റ്റിക് വൈബ്രേഷൻ, വൈബ്രേഷൻ, ആ ഒരു ഹാപ്പി വൈബ്രേഷൻ. മിസ്റ്റിക് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്.
അവർക്കുള്ള ഒരു ആനന്ദം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊജക്റ്റാണ്, അങ്ങനെ ഒരു പ്രൊജക്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് അധികം ഫസ്റ്റ് പാലക്കാടും തൃശ്ശൂരുമായിട്ട്. തൃശ്ശൂർ ഒരു ബീച്ചിൻ്റെ സൈഡിൽ തന്നെ എപ്പോൾ വേണമെങ്കിൽ കടലിലേക്ക് പോയി കണ്ട് നല്ല ഫുഡൊക്കെ കഴിച്ച്, അതിലിപ്പോൾ വെജ് നോണൊന്നുമില്ല, എന്ത് വേണമെങ്കിൽ എന്ത് വേണം എന്ത് എല്ലാം നമ്മൾ വെറുതെ റെസ്ട്രിക്ഷൻസ്. ഭക്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തയിൽ എന്താ വെജ് മാത്രം കഴിക്കണം. അതന്നെ, അതുകൊണ്ട് പലരും ഭക്തിയിലേക്ക് വരാത്തത്. ഈ ചിലർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നടനം കഴിക്കണം, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ. നമ്മൾ അതിലൊന്നും ഇടപെടുന്നത്, കാരണം അവൻ്റെ സന്തോഷം, അവരുടെ കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല, അത് ഒക്കെ ലിമിറ്റഡ്. നമ്മൾ അതിലൊന്നും ഇടപെടുന്നില്ല. നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ മരണം സന്തോഷത്തോടെ ആവട്ടെ. പല മത്സ്യമാംസാദികൾ കഴിക്കാന്ന് പറഞ്ഞു. അപ്പം സ്വാതന്ത്ര്യമാണെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണം അടിക്കാനുള്ള സ്വാതന്ത്ര്യം കാണും. ഇല്ല, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ ഇത് എത്രയോ മാന്യന്മാർ അല്ലെങ്കിൽ എത്രയോ ആളുകൾ ഇതൊക്കെ ഉൾപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മൾ സോഷ്യൽ ബീയിങ് ആണ്. ഇതൊക്കെ പറയുമ്പോൾ പലതും നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അപ്പോൾ അവിടെ ഒരു ആനന്ദം അവനത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ആനന്ദത്തിൽ തന്നെ പോയിക്കോട്ടെ. ശരി. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫുഡ് കോമൺ ആയിട്ടാണ് എല്ലാവർക്കും വന്ന് കഴിക്കുന്ന രീതിയിൽ. ഈ ഇതിൽ വരുന്നവർക്ക് അവർക്ക് ഈ ഇത് പർച്ചേസ് ചെയ്യാം. നമ്മളെ സ്ഥലമാണത്, ബീച്ച് ഏരിയയിലുള്ള സ്ഥലമാണ്. അവിടെ ഒന്ന് ഇത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു മാതൃകയിൽ, അതായത് ഹൈറ്റിൽ അവർക്ക് താമസിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാ ലെവലിൽ അവർക്ക് അത്യാവശ്യം, അതായത് വെറുതെ കുറേ റൂമുകൾ ഫെസിലിറ്റി കൊടുത്തിട്ട് കാര്യമില്ല. ഒരു ബെഡ്റൂം അവർക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ചെറിയ വീടുകൾ ആ രീതിയിൽ തന്നെ കോമൺ ആയിട്ടുള്ളത്. പിന്നെ മെഡിറ്റേഷൻ വേണമെങ്കിൽ കോമൺ മെഡിറ്റേഷൻ, നിർബന്ധമില്ല, ഒന്നും നിർബന്ധമല്ല, നിർബന്ധിച്ച് ചെയ്യണം അങ്ങനെയല്ല. ഇതിലേക്ക് അവിടെ വന്നതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനെയല്ല, വെജിറ്റേറിയൻ ആയിരിക്കണം അങ്ങനെയൊന്നുമില്ല. എല്ലാം ഒരു ഹെൽത്തി, അവരുടെയൊക്കെ ഇതോട് കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മന്ത്ലി ഒരു ടൂറ്, ഒരു ഇനി ഭക്തി ഉള്ളവർക്കാണെങ്കിൽ ഭക്തി ടൂറ്, അല്ലാത്തവർക്കാണെങ്കിൽ സാധാരണ സ്ഥലങ്ങൾ കാണാനും എൻജോയ് ചെയ്യാനുള്ള രീതികൾ സംവിധാനങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ പ്രൊജക്റ്റിലേക്ക് സാമ്പത്തികമായിട്ടും എല്ലാതെയും സഹകരിക്കാം. ഇത് ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് അങ്ങേക്ക് തോന്നാനുള്ള ഒരു ഉൾവിളി എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ട് ചാടി എണീറ്റു എനിക്ക് നാളെ മുതൽ ഇത് ചെയ്യണം എന്നൊരു സംഭവം വരുമല്ലോ. താങ്കളുടെ തന്നെ ഒരു വീഡിയോ കണ്ട് തന്നെ ഒരാൾ വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലേഡിയാണ് വിളിച്ചത്, എൻ്റെ സ്റ്റുഡൻ്റ് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാറിന് ഇത് ചെയ്തുകൂടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമായപ്പോഴാണ് ഞാൻ ശരിക്കും ഇതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ശരിയാ, നല്ലൊരു പ്രൊജക്റ്റാണ്, എനിക്കും വയസ്സാവുകയാണ്, ഞാനും ചിലപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. കാരണം എൻ്റെയും ആരുടെയും ഗതിയൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇതിൽ അങ്ങനെയല്ല, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ അവർ തിരക്കിലാണ്, അവർക്കൊരിക്കലും അച്ഛനമ്മയുടെ കാര്യം നോക്കിയിരിക്കാൻ പറ്റില്ല. അവരുടെ ലക്ഷ്യം എന്താ? അവർ നല്ല രീതിയിൽ ജീവിക്കണം, അവർ മാരേജ് ചെയ്ത് ഹയർ ലെവലിലേക്ക് അവർ പോകണം, അവരുടെ കുട്ടികളെ നോക്കണം, അങ്ങനെയാണ് ആ പ്രോസസ്സ് പോകുന്നത്. അല്ലാണ്ട് അച്ഛനമ്മനെ നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ശരിയല്ലേ? അപ്പോൾ അവരുടെ കയ്യിൽ പലരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ അച്ഛനമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തോ അവർക്കുണ്ട്. അവർക്ക് എന്താണ്? അച്ഛനമ്മയും ഹാപ്പി ആയിട്ടിരിക്കണം. അതിന് ഞങ്ങൾ എത്ര ക്യാഷ് ചിലവാക്കും, മനസ്സിലായല്ലോ? അപ്പോൾ ആ രീതി നമ്മൾ അതിൻ്റെ നെഗറ്റീവ് ചിന്തിക്കേണ്ട. നെഗറ്റീവ് നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാം. ഇതൊരു ബിസിനസ് മാത്രമല്ല. ഇപ്പോൾ ഒരു പൈസ കണ്ടിട്ട് ഇപ്പം അങ്ങ് പറയുന്നു മക്കളിൽ ഒരുപാട് കാശുണ്ട്, അപ്പം അത് ചിലവാക്കാൻ അവർ തയ്യാറായിരിക്കുകയാണ്. നമ്മളതൊരു മുതലെടുപ്പ് എന്നുള്ള രീതിയിലല്ലല്ലോ. അല്ല, അതായത് ഓപ്പണാണ്, ഇതെല്ലാം ഓപ്പണാണ്. ഇവിടെ ഒന്നും സീക്രസി ഇല്ല. ഇതിലൊന്നും. അതാണ് ഞാൻ പറയുന്നത്, ഓൾഡ് ഏജ് ഹോമൊക്കെ വെച്ചാൽ അടച്ചുപൂട്ടുന്ന സ്ഥലമാണ്. ഇവിടെ അങ്ങനെയല്ല, ഓപ്പണാണ്. നമ്മൾ തുറന്നിട്ടാണ്. അതായത് ഫ്രീഡമാണ് അവർക്ക്. നമ്മൾ കൊടുക്കുന്ന വേർഡ് സ്പിരിച്വൽ ഫ്രീഡമാണ്. ആധ്യാത്മികമായ ഫ്രീഡം, ഫിസിക്കൽ ഫ്രീഡം. പണ്ടുള്ളവർ പറയാനൊക്കെ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രായം കഴിയുമ്പം ഒരു കുഞ്ഞുങ്ങളെ കാട്ടി അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അവർ ഭയങ്കര പിടിവാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ അവസാന നാളുകളിൽ നിങ്ങൾ രാമനാമം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന വീടുകളല്ല. അവരുടെ ഫ്രീക്വൻസി മാറി. ഒരു ഏജ് ആകുമ്പോൾ അവർ വേറൊരു തലത്തേക്ക് മാറി. പിന്നെ പേടി, ഉൾഭയം, എൻ്റെ ഭാവി എന്തായിരിക്കും, മരണഭയം, ഇതൊക്കെയാണ്. അപ്പോൾ അവരുടെ മൈൻഡെ മാറ്റിയെടുക്കണം. ഈ വയസ്സാവുന്നവരുടെ മൈൻഡിനെ മാറ്റി അവരൊരു സേഫ് സോൺ, അവരെ കെയർ ചെയ്യാൻ ഒരാളുണ്ട്, എല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് എന്ന ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ലൈഫിൽ ചേഞ്ച് ആവാൻ തുടങ്ങും. കേൾക്കാൻ ഒരാളുണ്ടെന്ന് പറയുന്നത് അതാണ്. കാരണം മക്കളും ഇവരൊക്കെ തിരക്കായിരിക്കും. പലപ്പോഴും മക്കളെ വിളിക്കുകയും കൂടി ചെയ്യുന്നുണ്ടാവില്ല. ഇവരെന്നെ വിളിച്ചിട്ട് ഹലോ എന്ന് ഇവരെ വിളിക്കുന്നു. അപ്പോഴും അവർക്ക് എടുക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം അവർ അത്രയും തിരക്കായിരിക്കും. അത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അതാണ്. നമ്മൾ പറയാം മക്കൾ ശരിയല്ല, മക്കളൊക്കെ ശരി തന്നെയാണ്, അവർക്ക് പറ്റില്ല. അപ്പോൾ ഇവിടെ അച്ഛനമ്മയും സേഫാണ്, അല്ലെങ്കിൽ അച്ഛനമ്മയും ഹാപ്പിയാണ്, ഹെൽത്തി ആണെന്ന് അറിയുമ്പോൾ എന്തായിരിക്കും? ദേ ആർ ഓൾസോ ഹാപ്പി. നമ്മളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണോ ഞാൻ കൊടുക്കുന്നത് അത് തന്നെ എനിക്ക് ഞാൻ വയസ്സാകുമ്പോഴും എനിക്കും അത് തന്നെ കിട്ടുമെന്ന് അല്ല വിധി. അത് മക്കൾ ആലോചിക്കുന്നത് നല്ലതാണ്. അതിനാണ് ഇനിയുള്ള കാലഘട്ടത്ത് അതേ പറ്റുള്ളൂ. കാരണം അവർ ജോലിയും കളഞ്ഞ് അച്ഛനും അമ്മനും നോക്കാനൊന്നും പറ്റില്ല. അവരുടെ കാര്യം അവർ നോക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കുടുംബം. അതെ. മനസ്സിലായില്ല? അവരവിടെ സാക്രിഫൈസ് ചെയ്ത് അവരുടെ ലൈഫ് തന്നെയാണ് പോകുന്നത്.
അവരുടെ ലൈഫ് ആരും നോക്കും? ശരിയല്ലേ ഞാൻ പറഞ്ഞു? തീർച്ചയായിട്ടും. കാര്യം ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങൾ കൊണ്ട് ഓൾഡ് ഏജ് ഹോം കൊണ്ട് തള്ളി എന്നൊക്കെ പറയുന്നത് ഈ അത്തരത്തിലൊരു ഓൾഡ് ഏജ് ഹോം സെറ്റപ്പേ അല്ല, ഹോം സെറ്റപ്പേ അല്ല അല്ലേ? അല്ല നമ്മൾ വ്യത്യസ്തമായിട്ട് എല്ലാവരും ഫ്രീഡത്തോട് കൂടിയിട്ട് എല്ലാവർക്കും സന്തോഷത്തിൽ അവർക്ക് വേണ്ടുന്ന ആരോഗ്യം ഉണ്ടാക്കുന്ന നല്ല ഭക്ഷണം, നല്ല ആളുകൾ, അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂരാണ്. എത്ര വലിയ പ്രൊജക്റ്റാണിത്? എത്ര ബിൽഡിംഗ്? ഇത് എന്ന് വെച്ചാൽ നല്ലൊരു ഹൈ പ്രൊജക്റ്റാണത്. നമ്മൾ ശരിക്കും ആ പ്രൊജക്റ്റിൻ്റെ അന്തിമഘട്ടത്തിലാണുള്ളത്. തൃശ്ശൂർ ഇപ്പോൾ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ സ്നേഹതീരം ആ ഭാഗത്തും, പിന്നെ പാലക്കാട് തന്നെ ഒരു ആൾ വന്നിട്ടുണ്ട്. അവരുടെ ഒരു ഏക്കറയുള്ള സ്ഥലം ഇതിനു വേണ്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അങ്ങനെ സർവീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ? അല്ല, സർവീസ് അല്ല. അതിൽ എന്താ വെച്ചാൽ അവരും ആ പ്രൊജക്റ്റിലേക്ക് ഭാഗമാകുന്നു. കാരണം ഇക്കാലത്ത് ആരും സർവീസ് ഒന്നുമില്ല ആർക്കും. അല്ല, അത് എല്ലാവരും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ചെയ്യുള്ളൂ. നമ്മൾ ആരെയും ഇതായിട്ട് കാര്യമില്ല. അപ്പോൾ അവരിനെ അതിൻ്റെ ഒരു പാർട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഭാഗമാക്കി ചെയ്യാമെന്നുള്ള ലെവലിൽ. ഇപ്പം ഇതിനൊരു മാനേജ്മെന്റ് സിസ്റ്റം തീർച്ചയായിട്ടും ഒരു കമ്പനി എന്ന രീതിയിൽ, മിസ്റ്റിക് വൈബ് എന്ന ഒരു കമ്പനി എന്ന രീതിയിൽ രൂപീകരിച്ച് ആ കമ്പനിയുടെ അണ്ടറിലാണ് അതൊക്കെ ചെയ്യുക. ഇത് സർക്കാർ രജിസ്ട്രേഷൻ നമ്മളെല്ലാം ചെയ്തിട്ടാണ് ചെയ്യാൻ നിയമപരമായിട്ടല്ല. കാരണം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ ലെവലിൽ തന്നെ പോകണം. ഇവർക്ക് എന്തെങ്കിലും ഈ അസുഖം ബാധിച്ചാൽ അല്ല, തീർച്ചയായിട്ടും അവിടെ ഒരു ഡോക്ടറോ നേഴ്സോ ഫെസിലിറ്റി ഉണ്ടാവണമല്ലോ. ഉണ്ടാവണം. അപ്പം അങ്ങനെയൊക്കെ ഒരു ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് മരണം പോലുള്ള തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യും. അതിൻ്റെ കൂടെ ചെയ്തേ പറ്റൂ. ഈ വരുന്ന ഇപ്പോൾ പ്രായമായവരാണ്, അവർക്ക് ഇപ്പോൾ പോളിസികളൊക്കെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടില്ല. എന്നാലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരുക്കാൻ? അല്ല, നമ്മൾ നമ്മുടെ വക്കീലായി സംസാരിച്ചിട്ട് അതിനുള്ള വഴികൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം ചെയ്യും. ഓക്കെ. എന്തായാലും ഈ പ്രായമായവരെ നമ്മൾ അങ്ങനെ തടയുന്നില്ല. അവരുടെ എൻജോയ് ചെയ്ത് ലൈഫ് ജീവിക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും. അങ്ങക്ക് എന്തെങ്കിലും അനുഭവം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ? അല്ല, എനിക്ക് ഒരുപാട് എൻ്റെ അടുത്ത് വരുന്നവരും അവരുടെ സങ്കടങ്ങൾ, അവരുടെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ഒരു തോട്ടിലേക്ക് ഞാൻ വരാനും പോകാനും കാരണം.